ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ വളരെ വിശദമായി സബ്ജക്റ്റിൻ്റെ കൂടെ V1 ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകളും അവ ഏത് ആശയമാണ് നമുക്ക് തരുന്നതെന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞവയാണ്. ആ വീഡിയോ കാണാത്തവർ കാണുമല്ലോ, ലിങ്ക് ഞാൻ തരാം. ഈ ആഴ്ച നമുക്ക് സബ്ജക്റ്റിനോടൊപ്പം V2 ഉപയോഗിച്ചുള്ളതായ പ്രയോഗങ്ങൾ മനസ്സിലാക്കിയാലോ? എന്താ, നിങ്ങൾ തയ്യാറാണോ? എന്നാൽ നമുക്ക് പോകാം ഇന്നത്തെ ടോപ്പിക്കിലേക്ക്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുമല്ലോ അല്ലേ? സബ്ജക്റ്റിനോടൊപ്പം V2 ഉപയോഗിച്ചുള്ള പ്രയോഗം വളരെ എളുപ്പമാണ്. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കണ്ടു, കേട്ടു, പോയി എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ നമുക്ക് ഈ കക്ഷിയുടെ സഹായം കൂടിയേ തീരും. അതായത് കഴിഞ്ഞ കാലത്ത് നടന്നാൽ സംഭവിച്ച കാര്യം പറയേണ്ടി വരുമ്പോൾ നാം സബ്ജക്റ്റിനോടൊപ്പം V2 ഉപയോഗിച്ചാണ് പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി. ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. അവൾ ഇന്നലെ വന്നു. ഷീ കെയിം യെസ്റ്റർഡേ. ഇനി നമുക്ക് കൂടുതൽ സെന്റൻസുകൾ ഒരുമിച്ച് ഉറക്കെ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം. അവർ എന്നോട് അങ്ങനെ പറഞ്ഞു. They told me so. ഞങ്ങൾ നിന്റെ സുഹൃത്തിനെ കണ്ടു. We met your friend. അവൾ അല്പം ആഹാരം കഴിച്ചു. She ate some food. അവൾ പാല് കുടിച്ചു. She drank milk. നീ ക്ലർക്കിനെ നിയമിച്ചു. You appointed the clerk. നീ ഒരുപാട് സമയം പാഴാക്കി. You wasted a lot of time. അത് വേഗത്തിൽ ഓടി. It ran fast. ഞാൻ സത്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ സത്യം അറിഞ്ഞു. I knew the truth. ഞാൻ എൻ്റെ അയൽക്കാരിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി. അതെങ്ങനെ പറയാം? I borrowed some money from my neighbor. അവൾ ഒരു നോവൽ എഴുതി. She wrote a novel. അവന് കുട നഷ്ടപ്പെട്ടു. He lost the umbrella. അവൾക്കൊരു പുതിയ ജോലി കിട്ടി. She got a new job. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. I suffered much. അവൾ മനോജുമായി പ്രണയത്തിലായി. She fell in love with Manoj. ഡോഗ് പത്രം കീറി. The dog tore the newspaper. വിദ്യാർത്ഥികൾ പോലീസിനെ കല്ലെറിഞ്ഞു. The students threw stones at the police. അവൻ ഭാര്യയ്ക്ക് താക്കോൽ എറിഞ്ഞു കൊടുത്തു. He threw the keys to his wife. ഇവിടെ നാം ത്രോ അറ്റ് എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കാൻ വേണ്ടി എറിയുക എന്നർത്ഥം. ത്രോ അറ്റ്. അതേസമയം ത്രോ ടു എന്ന് പറഞ്ഞാൽ പിടിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുക എന്നർത്ഥം. ത്രോ ടു. മനസ്സിലായല്ലോ? ഇനി എൻ്റെ അധ്യാപകൻ എന്നെ ഉപദേശിച്ചു. My teacher advised me. ഞാൻ നടന്നു. I walked. അവൻ ഒരു ആപ്പിൾ കഴിച്ചു. He ate an apple. സൂര്യൻ നേരത്തെ ഉദിച്ചു. The sun rose early. പൂച്ച രാത്രി മുഴുവൻ ഉറങ്ങി. The cat slept all night. അവൾ ഒരു കത്തെഴുതി. She wrote a letter. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. I ate lunch at noon. ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചു. I studied for the test. ഞാനൊരു മഴവില്ല് കണ്ടു. I saw a rainbow. അവൾ ഗിറ്റാർ വായിച്ചു. She played the guitar. അവൻ പുഞ്ചിരിച്ചു.
He smiled. He smiled. ഞാൻ വ്യക്തമായി കണ്ടു. I saw clearly. I saw clearly. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു. I studied hard. I studied hard. അവൾ വൃത്തിയായി എഴുതി. She wrote neatly. She wrote neatly. ഞാൻ വേഗം തീർത്തു. I finished fast. I finished fast. അവൻ പുസ്തകങ്ങൾ വായിച്ചു. He read books. He read books. അവർ ഗെയിംസ് കളിച്ചു. They played games. They played games. ഒരു കാര്യം നടന്നില്ല, കണ്ടില്ല, കിട്ടിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് സബ്ജക്റ്റിനോടൊപ്പം ഡിഡിൻറ്റ് അതിനുശേഷം വേർബിന്റെ ബേസ് ഫോം അതായത് V1 ചേർക്കണം. ഫോർ എക്സാമ്പിൾ സോ കണ്ടു, സോ കണ്ടു. പക്ഷെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഡിഡിൻറ്റ് സി, ഡിഡിൻറ്റ് സി, കണ്ടില്ല, ഡിഡിൻറ്റ് സി. ഇവിടെ ഡിഡിൻറ്റിന് ശേഷം V1 ചേർത്തു, അതായത് വേർബിന്റെ ബേസ് ഫോം ചേർത്തു. അടുത്തത് ഗോട്ട്, കിട്ടി, ഗോട്ട് കിട്ടി. ഡിഡിൻറ്റ് ഗെറ്റ് കിട്ടിയില്ല, ഡിഡിൻറ്റ് ഗെറ്റ് കിട്ടിയില്ല. ഫിനിഷ്ഡ് പൂർത്തിയാക്കി, ഫിനിഷ്ഡ് പൂർത്തിയാക്കി. ഡിഡിൻറ്റ് ഫിനിഷ് പൂർത്തിയാക്കിയില്ല, ഡിഡിൻറ്റ് ഫിനിഷ് പൂർത്തിയാക്കിയില്ല. പ്ലേഡ് കളിച്ചു, കളിച്ചില്ലെന്ന് പറയാൻ ഡിഡിൻറ്റ് പ്ലേ, കളിച്ചില്ല, ഡിഡിൻറ്റ് പ്ലേ. പ്ലേഡ് കളിച്ചു, ഡിഡിൻറ്റ് പ്ലേ കളിച്ചില്ല. കെയിം വന്നു, ഡിഡിൻറ്റ് കം വന്നില്ല, ഡിഡിൻറ്റ് കം വന്നില്ല. അവന് ജോലി കിട്ടിയില്ല. He didn't get the job. He didn't get the job. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് കൂടുതൽ സെന്റൻസുകളോടെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാം. പോകാം നമുക്ക് സെന്റൻസുകളിലേക്ക്. ഞാൻ അവനോട് ചോദിച്ചില്ല. I didn't ask him. I didn't ask him. നീ അവനെ ക്ഷണിച്ചില്ല. You didn't invite him. You didn't invite him. ഞാൻ ഇത് അറിഞ്ഞില്ല. I didn't know this. I didn't know this. അവൻ ഇന്നലെ വന്നില്ല. He didn't come yesterday. He didn't come yesterday. അവൾ അവിടെ എത്തിയില്ല. She didn't reach there. She didn't reach there. അവർ ആ വാർത്ത എന്നെ അറിയിച്ചില്ല. They didn't inform me of that news. They didn't inform me of that news. അവൻ ഒന്നും വാങ്ങിയില്ല. He didn't buy anything. He didn't buy anything. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാജരായില്ല. I didn't attend the last class. I didn't attend the last class. ഞാൻ എവിടെയും പോയില്ല. I didn't go anywhere. I didn't go anywhere. നിനക്ക് പരിപാടി ഇഷ്ടപ്പെട്ടില്ല അല്ലേ? You didn't like the program, right? You didn't like the program, right? ഞാൻ ഫീ അടച്ചില്ല. I didn't pay the fee. I didn't pay the fee. അവൾ ഹോംവർക്ക് ചെയ്തില്ല. She didn't do the homework. She didn't do the homework. ഒരു കാര്യം കണ്ടോ, കിട്ടിയോ, പറഞ്ഞോ, അറിഞ്ഞോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ഡിഡ് എന്നത് സെന്റൻസിന്റെ ഏറ്റവും ആദ്യം ചേർത്ത് പറയുകയാണ് വേണ്ടത്. ഫോർ എക്സാമ്പിൾ, നീ അവനെ കണ്ടോ? ഡിഡ് യു മീറ്റ് ഹിം? ഡിഡ് യു മീറ്റ് ഹിം? നീ അവനെ കണ്ടോ? നീ ടി വി വാങ്ങിയോ? ഡിഡ് യു ബൈ ദ ടി വി? ഡിഡ് യു ബൈ ദ ടി വി? നീ അവനെ സഹായിച്ചോ? ഡിഡ് യു ഹെൽപ്പ് ഹിം? ഡിഡ് യു ഹെൽപ്പ് ഹിം? നീ അവനെ സഹായിച്ചോ? നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം. നീ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടോ? ഡിഡ് യു ഡ്രീം ലാസ്റ്റ് നൈറ്റ്? ഡിഡ് യു ഡ്രീം ലാസ്റ്റ് നൈറ്റ്? നിനക്കത് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഡിഡ് യു ഗെറ്റ് ഇറ്റ്? നിനക്കത് കിട്ടിയോ? നീ അവിടെ പോയില്ലേ? ഡിഡിൻറ്റ് യു ഗോ ദേർ? ഡിഡിൻറ്റ് യു ഗോ ദേർ? നീ അവിടെ പോയില്ലേ? ഡിഡിൻറ്റ് യു ഗോ ദേർ? നീ പഠിച്ചില്ലേ? ഡിഡിൻറ്റ് യു സ്റ്റഡി? ഡിഡിൻറ്റ് യു സ്റ്റഡി? നീ പഠിച്ചില്ലേ? നിനക്ക് അവനെ മുമ്പേ അറിയാമായിരുന്നോ? ഡിഡ് യു നോ ഹിം ബിഫോർ? ഡിഡ് യു നോ ഹിം ബിഫോർ? നീ എന്തെങ്കിലും ചെയ്തോ? ഡിഡ് യു ഡു എനിത്തിങ്? ഡിഡ് യു ഡു എനിത്തിങ്? സൂര്യൻ ഉദിച്ചോ? ഡിഡ് ദ സൺ റൈസ്? ഡിഡ് ദ സൺ റൈസ്? നീ അങ്ങനെ വിചാരിച്ചോ? ഡിഡ് യു തിങ്ക് സോ? ഡിഡ് യു തിങ്ക് സോ? നീ എന്നെ മറന്നോ?
ഡിഡ് യു ഫോർഗെറ്റ് മീ? ഡിഡ് യു ഫോർഗെറ്റ് മീ? ക്വസ്റ്റ്യൻ വേർഡ്സിനോടൊപ്പം ഡിഡ് ഉപയോഗിച്ചുള്ളതായ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമൻറ്റ്സ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് പോകാം സെൻറ്റൻസുകളിലേക്ക്. നീ എന്തിനാണ് അവിടെ പോയത്? വൈ ഡിഡ് യു ഗോ ദെയർ? വൈ ഡിഡ് യു ഗോ ദെയർ? നീ എന്തിനാണ് അവിടെ പോയത്? വൈ ഡിഡ് യു ഗോ ദെയർ? നീ ആരെയാണ് കണ്ടത്? ഹൂം ഡിഡ് യു മീറ്റ്? ഹൂം ഡിഡ് യു മീറ്റ്? നീ ആരെയാണ് കണ്ടത്? ഹൂം ഡിഡ് യു മീറ്റ്? നീ എന്തുകൊണ്ട് പണം അടച്ചില്ല? വൈ ഡിഡ്ന്റ് യു പേ മണി? വൈ ഡിഡ്ന്റ് യു പേ മണി? നീ എന്തുകൊണ്ട് പണം അടച്ചില്ല? വൈ ഡിഡ്ന്റ് യു പേ മണി? അവൾ എന്തിനാണ് അത് ചെയ്തത്? വൈ ഡിഡ് ഷീ ഡു ദാറ്റ്? വൈ ഡിഡ് ഷീ ഡു ദാറ്റ്? അവൾ എന്തിനാണ് അത് ചെയ്തത്? വൈ ഡിഡ് ഷീ ഡു ദാറ്റ്? നീ എങ്ങനെ ഇവിടെ വന്നു? ഹൗ ഡിഡ് യു കം ഹിയർ? ഹൗ ഡിഡ് യു കം ഹിയർ? നീ എങ്ങനെ ഇവിടെ വന്നു? ഹൗ ഡിഡ് യു കം ഹിയർ? നിനക്കത് എപ്പോൾ കിട്ടി? വെൻ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? വെൻ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? നിനക്കത് എപ്പോൾ കിട്ടി? വെൻ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? മഴ എപ്പോൾ പെയ്തു? വെൻ ഡിഡ് ഇറ്റ് റെയിൻ? വെൻ ഡിഡ് ഇറ്റ് റെയിൻ? മഴ എപ്പോൾ പെയ്തു? വെൻ ഡിഡ് ഇറ്റ് റെയിൻ? നീ എത്ര പണം അടച്ചു? ഹൗ മച്ച് ഡിഡ് യു പേ? ഹൗ മച്ച് ഡിഡ് യു പേ? നീ എത്ര പണം അടച്ചു? ഹൗ മച്ച് ഡിഡ് യു പേ? അവൻ ഇന്നലെ എപ്പോൾ വന്നു? വെൻ ഡിഡ് ഹീ കം യെസ്റ്റർഡേ? വെൻ ഡിഡ് ഹീ കം യെസ്റ്റർഡേ? അവൻ ഇന്നലെ എപ്പോൾ വന്നു? വെൻ ഡിഡ് ഹീ കം യെസ്റ്റർഡേ? നീ എവിടെയാണ് പോയത്? വേർ ഡിഡ് യു ഗോ? വേർ ഡിഡ് യു ഗോ? നീ എവിടെയാണ് പോയത്? വേർ ഡിഡ് യു ഗോ? നിങ്ങൾ എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു ഡു? വാട്ട് ഡിഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എപ്പോഴാണ് എഴുന്നേറ്റത്? വെൻ ഡിഡ് യു ഗെറ്റ് അപ്പ്? വെൻ ഡിഡ് യു ഗെറ്റ് അപ്പ്? വെൻ ഡിഡ് യു ഗെറ്റ് അപ്പ്? നിങ്ങൾ എപ്പോഴാണ് എഴുന്നേറ്റത്? വെൻ ഡിഡ് യു ഗെറ്റ് അപ്പ്? അവൻ എങ്ങനെ അവിടെ എത്തി? ഹൗ ഡിഡ് ഹി റീച്ച് ദെയർ? ഹൗ ഡിഡ് ഹി റീച്ച് ദെയർ? അവൻ എങ്ങനെ അവിടെ എത്തി? ഹൗ ഡിഡ് ഹി റീച്ച് ദെയർ? അവൻ എങ്ങനെ അവിടെ എത്തി? ഹൗ ഡിഡ് ഹി റീച്ച് ദെയർ? നീ എന്തു കണ്ടു? വാട്ട് ഡിഡ് യു സീ? വാട്ട് ഡിഡ് യു സീ? നീ എന്തു കണ്ടു? വാട്ട് ഡിഡ് യു സീ? നീ എപ്പോഴാണ് കത്തെഴുതിയത്? വെൻ ഡിഡ് യു റൈറ്റ് ദ ലെറ്റർ? വെൻ ഡിഡ് യു റൈറ്റ് ദ ലെറ്റർ? വെൻ ഡിഡ് യു റൈറ്റ് ദ ലെറ്റർ? നീ എപ്പോഴാണ് കത്തെഴുതിയത്? വെൻ ഡിഡ് യു റൈറ്റ് ദ ലെറ്റർ? നീ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല? വൈ ഡിഡ് യു കം യെസ്റ്റർഡേ? വൈ ഡിഡ്ന്റ് യു കം യെസ്റ്റർഡേ? നീ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല? വൈ ഡിഡ്ന്റ് യു കം യെസ്റ്റർഡേ? ഉച്ചഭക്ഷണത്തിന് അവൻ എന്താണ് കഴിച്ചത്? വാട്ട് ഡിഡ് ഹി ഈറ്റ് ഫോർ ലഞ്ച്? വാട്ട് ഡിഡ് ഹി ഈറ്റ് ഫോർ ലഞ്ച്? ഉച്ചഭക്ഷണത്തിന് അവൻ എന്താണ് കഴിച്ചത്? വാട്ട് ഡിഡ് ഹി ഈറ്റ് ഫോർ ലഞ്ച്? സ്കൂൾ കഴിഞ്ഞ് അവൾ എവിടെ പോയി? വേർ ഡിഡ് ഷീ ഗോ ആഫ്റ്റർ സ്കൂൾ? വേർ ഡിഡ് ഷീ ഗോ ആഫ്റ്റർ സ്കൂൾ? സ്കൂൾ കഴിഞ്ഞ് അവൾ എവിടെ പോയി? വേർ ഡിഡ് ഷീ ഗോ ആഫ്റ്റർ സ്കൂൾ? നീ എപ്പോൾ ഇവിടെ എത്തി? വെൻ ഡിഡ് യു ഗെറ്റ് ഹിയർ? വെൻ ഡിഡ് യു ഗെറ്റ് ഹിയർ? നീ എപ്പോൾ ഇവിടെ എത്തി? വെൻ ഡിഡ് യു ഗെറ്റ് ഹിയർ? എന്തിനാ നീ ഇത്ര ദേഷ്യപ്പെട്ടത്? വൈ ഡിഡ് യു ഗെറ്റ് സോ ആംഗ്രി? വൈ ഡിഡ് യു ഗെറ്റ് സോ ആംഗ്രി? എന്തിനാ നീ ഇത്ര ദേഷ്യപ്പെട്ടത്? വൈ ഡിഡ് യു ഗെറ്റ് സോ ആംഗ്രി? എന്തിനാ നീ തിരിച്ചു വന്നത്? വൈ ഡിഡ് യു കം ബാക്ക്? വൈ ഡിഡ് യു കം ബാക്ക്? എന്തിനാ നീ തിരിച്ചു വന്നത്? വൈ ഡിഡ് യു കം ബാക്ക്? എന്തിനാ അവൾ അത് ചെയ്തത്? വൈ ഡിഡ് ഷീ ഡു ദാറ്റ്? വൈ ഡിഡ് ഷീ ഡു ദാറ്റ്? എന്തിനാ അവൾ അത് ചെയ്തത്? വൈ ഡിഡ് ഷീ ഡു ദാറ്റ്? അവൻ എന്തുകൊണ്ടാണ് ഓടിപ്പോയത്? വൈ ഡിഡ് ഹി റൺ അവേ? വൈ ഡിഡ് ഹി റൺ അവേ? വൈ ഡിഡ് ഹി റൺ അവേ? അവൻ എന്താണ് ഉണ്ടാക്കിയത്? വാട്ട് ഡിഡ് ഹി മേക്ക്? വാട്ട് ഡിഡ് ഹി മേക്ക്? അവൻ എന്താണ് ഉണ്ടാക്കിയത്? വാട്ട് ഡിഡ് ഹി മേക്ക്? നീ എന്തു പറഞ്ഞു? വാട്ട് ഡിഡ് യു സേ? വാട്ട് ഡിഡ് യു സേ? നീ എന്തു പറഞ്ഞു? വാട്ട് ഡിഡ് യു സേ? വാട്ട് ഡിഡ് യു സേ? ഇന്ന് നാം ക്വസ്റ്റ്യൻ വേർഡ്സിനോടൊപ്പം ഡിഡ് ഉപയോഗിച്ചുള്ളതായ 25ഓളം ക്വസ്റ്റ്യൻസ് നാം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞു. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. മേ ഗോഡ് ബ്ലെസ് യു. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി കളിച്ചു. I played with my friends. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി കളിച്ചു. I played with my friends. അവൾ പാർട്ടിയിൽ നൃത്തം ചെയ്തു. She danced at the party. അവൾ പാർട്ടിയിൽ നൃത്തം ചെയ്തു. She danced at the party. ഞങ്ങൾ അത്താഴത്തിന് പിസ്സ കഴിച്ചു. We ate pizza for dinner. ഞങ്ങൾ അത്താഴത്തിന് പിസ്സ കഴിച്ചു. We ate pizza for dinner. അവർ ഒരു സിനിമ കണ്ടു. They watched a movie. അവർ ഒരു സിനിമ കണ്ടു.
They watched a movie. അവൻ സ്കൂളിലേക്ക് നടന്നു. He walked to school. അവൻ സ്കൂളിലേക്ക് നടന്നു. He walked to school. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു. The sun set in the evening. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു. The sun set in the evening. ഞാൻ എൻ്റെ ഗൃഹപാഠം പൂർത്തിയാക്കി. I finished my homework. ഞാൻ എൻ്റെ ഗൃഹപാഠം പൂർത്തിയാക്കി. I finished my homework. ഞങ്ങൾ മൃഗശാല സന്ദർശിച്ചു. We visited the zoo. ഞങ്ങൾ മൃഗശാല സന്ദർശിച്ചു. We visited the zoo. അവൻ ബൈക്ക് ഓടിച്ചു. He rode his bike. അവൻ ബൈക്ക് ഓടിച്ചു. He rode his bike. പൂച്ച ദിവസം മുഴുവൻ ഉറങ്ങി. The cat slept all day. പൂച്ച ദിവസം മുഴുവൻ ഉറങ്ങി. The cat slept all day. അവർ ഫോണിൽ സംസാരിച്ചു. They talked on the phone. അവർ ഫോണിൽ സംസാരിച്ചു. They talked on the phone. ഞാൻ ഒരു ചിത്രം വരച്ചു. I drew a picture. ഞാൻ ഒരു ചിത്രം വരച്ചു. I drew a picture. അവൾ ഒരു പാട്ട് പാടി. She sang a song. അവൾ ഒരു പാട്ട് പാടി. She sang a song. ഞങ്ങൾ കുളത്തിൽ നീന്തി. We swam in the pool. ഞങ്ങൾ കുളത്തിൽ നീന്തി. We swam in the pool. അവൻ ഉറക്കെ ചിരിച്ചു. He laughed loudly. അവൻ ഉറക്കെ ചിരിച്ചു. He laughed loudly. ഞാൻ എൻ്റെ മുറി വൃത്തിയാക്കി. I cleaned my room. ഞാൻ എൻ്റെ മുറി വൃത്തിയാക്കി. I cleaned my room. അവർ ഗെയിംസ് കളിച്ചു. They played games. അവർ ഗെയിംസ് കളിച്ചു. They played games. അവൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. She smiled happily. അവൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. She smiled happily. ഞാനൊരു മഴവില്ല് കണ്ടു. I saw a rainbow. ഞാൻ ഒരു മഴവില്ല് കണ്ടു. I saw a rainbow. ഞങ്ങൾ പാർക്കിലേക്ക് പോയി. We went to the park. ഞങ്ങൾ പാർക്കിലേക്ക് പോയി. We went to the park. അവൻ വേഗം ഓടി. He ran quickly. അവൻ വേഗം ഓടി. He ran quickly. അവൾ ഉയരത്തിൽ ചാടി. She jumped high. അവൾ ഉയരത്തിൽ ചാടി. She jumped high. പക്ഷി പറന്നുപോയി. The bird flew away. പക്ഷി പറന്നുപോയി. The bird flew away. അവർ ഒരു മരത്തിൽ കയറി. They climbed a tree. അവർ ഒരു മരത്തിൽ കയറി. They climbed a tree. ഞാനൊരു കത്തെഴുതി. I wrote a letter. ഞാൻ ഒരു കത്തെഴുതി. I wrote a letter. അവൾ വാതിൽ തുറന്നു. She opened the door. അവൾ വാതിൽ തുറന്നു. She opened the door. അവൻ സമാധാനത്തോടെ ഉറങ്ങി. He slept peacefully. അവൻ സമാധാനത്തോടെ ഉറങ്ങി. He slept peacefully. ഞങ്ങൾ അത്താഴം പാകം ചെയ്തു. We cooked dinner. ഞങ്ങൾ അത്താഴം പാകം ചെയ്തു. We cooked dinner. മഴ നിന്നു. The rain stopped. മഴ നിന്നു. The rain stopped. ഞാനൊരു പുതിയ സുഹൃത്തിനെ കണ്ടുമുട്ടി. I met a new friend. ഞാൻ ഒരു പുതിയ സുഹൃത്തിനെ കണ്ടുമുട്ടി. I met a new friend. അവർ ഒരു മണൽക്കോട്ട പണിതു. They built a sand castle. അവർ ഒരു മണൽക്കോട്ട പണിതു. They built a sand castle. ഞങ്ങൾ ഒരുമിച്ച് പാടി. We sang together. ഞങ്ങൾ ഒരുമിച്ച് പാടി. We sang together. ഞാൻ മഴയിൽ നൃത്തം ചെയ്തു. I danced in the rain. ഞാൻ മഴയിൽ നൃത്തം ചെയ്തു. I danced in the rain. അവൻ ഗിറ്റാർ വായിച്ചു. He played the guitar. അവൻ ഗിറ്റാർ വായിച്ചു. He played the guitar. അവൾ പുഞ്ചിരിക്കുന്ന മുഖം വരച്ചു. She drew a smiley face. അവൾ പുഞ്ചിരിക്കുന്ന മുഖം വരച്ചു. She drew a smiley face. ഞാൻ തിരിച്ചു പുഞ്ചിരിച്ചു. I smiled back. ഞാൻ തിരിച്ചു പുഞ്ചിരിച്ചു. I smiled back. അവർ സന്തോഷത്തോടെ ആർത്തു. They shouted with joy. അവർ സന്തോഷത്തോടെ ആർത്തു. They shouted with joy. ഞാനൊരു ചുമന്ന തൊപ്പി ധരിച്ചു. I wore a red hat. ഞാനൊരു ചുമന്ന തൊപ്പി ധരിച്ചു. I wore a red hat. ഞങ്ങൾ സംഗീതം ശ്രദ്ധിച്ചു. We listened to music. ഞങ്ങൾ സംഗീതം ശ്രദ്ധിച്ചു. We listened to music.
അവൻ ഐസ്ക്രീം കഴിച്ചു. He ate ice cream. അവൻ ഐസ്ക്രീം കഴിച്ചു. He ate ice cream. അവൾ കുതിരപ്പുറത്ത് കയറി. She rode a horse. അവൾ കുതിരപ്പുറത്ത് കയറി. She rode a horse. ഞങ്ങൾ ഒരു മ്യൂസിയം സന്ദർശിച്ചു. We visited a museum. ഞങ്ങൾ ഒരു മ്യൂസിയം സന്ദർശിച്ചു. We visited a museum. ഞാൻ പൂന്തോട്ടം നട്ടു. I planted flowers. അവർ കഥകൾ പറഞ്ഞു. They told stories. അവർ കഥകൾ പറഞ്ഞു. They told stories. അവൾ ഒരു ഓട്ടം ഓടി. She ran a race. അവൾ ഒരു ഓട്ടം ഓടി. She ran a race. ഞാനൊരു നിധി കണ്ടെത്തി. I found a treasure. ഞാനൊരു നിധി കണ്ടെത്തി. I found a treasure. ഞങ്ങൾക്കൊരു പിക്നിക് ഉണ്ടായിരുന്നു. We had a picnic. ഞങ്ങൾക്ക് ഒരു പിക്നിക് ഉണ്ടായിരുന്നു. We had a picnic. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് കാണാം കൂടുതൽ സെന്റൻസുകളുമായി അടുത്ത വീഡിയോയിൽ. മേ ഗോഡ് ബ്ലെസ് യു.